പിന്നെ ഇവിടെയുള്ള ആശുപത്രിയുടെ കാര്യം പറഞ്ഞു. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ 10 വർഷം പാറശാലയിൽ ഈ സർക്കാർ ഒരു വികസനവും കൊണ്ടുവന്നില്ല എന്നാണോ? പാറശാലയിലെ ജനത ഇവിടെ നമ്മുടെ MLA ചോദിച്ചു ഇനി എന്ത് വേണം ഈ പ്രദേശത്ത്. ഈ തൊട്ടടുത്താണ്. നമുക്ക് ചോദിക്കാം, അവരോട് ചോദിക്കാം. പരശുക്കൽ വില്ലേജ് ഓഫീസ് ഈ വികസനം കൊണ്ട് ഇവർ സംതൃപ്തരാണോ ചോദിക്കാം. ഈ വികസനം കൊണ്ട് സംതൃപ്തരാണോ എന്നുള്ളതാണ് ചോദ്യം. യെസ്. ഈ വികസനം കൊണ്ട് കേരള ജനത തൃപ്തരല്ല. ഒന്ന്, ഇവിടത്തെ MLAക്ക് ഒരു MLA ഓഫീസില്ല. 139 MLAക്ക് MLA ഓഫീസുണ്ട്. ജനങ്ങൾക്ക് പോയി അപേക്ഷ കൊടുക്കുവാനോ അവരുടെ ദുരിതങ്ങൾ പറയാനോ പാറശാലയുടെ MLAക്ക് MLA ഓഫീസില്ല. സാധാരണക്കാരൻ്റെ നിവേദനം വാങ്ങുകയോ അതിനൊരു പരിഹാരം ഉണ്ടാക്കുകയോ ചെയ്യാത്തവര് MLA ആണ് നമുക്കിവിടെ ഉള്ളത്. അതേപോലെ തന്നെ ഇവിടെ ആശുപത്രിയുടെ പാറശാല ആശുപത്രിയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ആശുപത്രിയിൽ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഒരു മണ്ഡപം പണിതിട്ട് രാഖിരാമൻ അറിയാതെ ഉദ്ഘാടനം ചെയ്തു പോയി. BJP അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ അതിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇവിടെ രോഗികളില്ല, ഡോക്ടർമാരില്ല, മരുന്നില്ല. ഈ സത്യാവസ്ഥ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞപ്പോൾ രണ്ടാമതൊരു ഉദ്ഘാടനം മെനഞ്ഞാന്ന് ആരും അറിയാതെ നടത്തിയാണ് ഇവിടുത്തെ MLA. അതേപോലെ തന്നെ കളിക്കടവുള്ള റോഡ് 6 വരി പാതയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടിനടവരെ വന്നത് സ്തംഭിച്ച് നിൽക്കുകയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. പാറശാല ആശുപത്രി വളപ്പിൽ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഒരു ചന്ദനമരം ഇവിടെ മോഷണം നടത്തിയിട്ട് അതിൽ ഇവിടുത്തെ അധികാരികളുടെ സ്റ്റാഫുകളുടെ ഒത്താശയോടുകൂടി സാമൂഹ്യ വിരുദ്ധന്മാർ അത് രാഖിരാമായണം കടത്തി. എന്നിട്ട് ഇവിടുത്തെ ആശുപത്രി ജീവനക്കാർ ഒരു പരാതി പോലും പറയുവാൻ തയ്യാറായില്ല. ഒരു ബഹുജന പ്രക്ഷോഭം ഉണ്ടാകുമെന്ന് കണ്ട് TV മാധ്യമങ്ങളിലടക്കം അതിൻ്റെ ന്യൂസ് വന്നപ്പോൾ ചുമ്മാ ഒരു ഡോക്ടർ ഒരു പരാതി കൊടുത്തു. അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സത്യസ്ഥിതി എന്തായെന്ന് പറഞ്ഞപ്പോൾ അവർക്കാർക്കും പരാതിയില്ല. ഒരു നിവേദനം തന്നിരിക്കുന്നു, എല്ലാം കോംപ്ലിമെന്റ്സ്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി എടുത്ത് പറയണം. 10 വർഷം MLA ഇരുന്ന ഇവിടുത്തെ MLAയുടെ എത്ര ആസ്തി ഉണ്ടായി. ആദ്യം നോമിനേഷൻ കൊടുക്കുമ്പോൾ MLAയുടെ ആസ്തി എത്ര, ഈ 10 വർഷം പോകുമ്പോൾ MLAയുടെ ആസ്തി എത്ര, അത് പരിശോധിക്കണം. ഇവിടുത്തെ ജനങ്ങൾ ദൂരത്താണ്. ഈ ഇടതുപക്ഷ ഭരണം കൊണ്ട് ജനങ്ങൾ ദാരിദ്ര്യത്തിലാണ്. അതേപോലെ ഒറ്റക്കാര്യം കൂടെ പറയട്ടെ, ഇവിടെ ദാരിദ്ര്യവാസികളില്ല, പാവപ്പെട്ടവരില്ല എന്നാണ് ഈ സർക്കാർ പ്രഖ്യാപിച്ചത്. അതേപോലെ ഉച്ചയ്ക്ക് ഒരു നേരം ആഹാരം കഴിക്കാൻ നിവർത്തില്ലാത്ത ഇന്നും അതിദരിദ്രരായ പട്ടിണി പാവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്ന ദയനീയ സ്ഥിതി നമുക്ക് പരിശോധിച്ചാൽ അത് നമുക്ക് ശരിയാണെന്ന്. അതേപോലെ ഈ സർക്കാരിൻ്റെ പൊള്ളയായ വാഗ്ദാനങ്ങൾ ഇനി MLA ഈ പാറശാല മണ്ഡലത്തിൽ ജയിക്കില്ല, ഉറപ്പാണ്. വളരെ വൈകാരികമാണ് അദ്ദേഹം സംസാരിച്ചത്. എന്തായാലും പാറശാലയിൽ നമ്മുടെ ഇടതുമുന്നണിയുടെ പ്രതിനിധി പറഞ്ഞ പോലെ വികസനത്തിൻ്റെ ഗുണഭോക്താക്കൾ അവരുടെ അനുഭവത്തിൽ നിന്നാണല്ലോ പറയേണ്ടത്, അല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു വികസനത്തിൻ്റെ ഗുണം അത് അനുഭവിച്ച ആരെങ്കിലും. യെസ്, പറയട്ടെ. യെസ്, ഓക്കെ, പറയൂ. ഒരാൾ സംസാരിക്കല്ലേ, മൈക്കൊക്കെ തരാം. ഒരു സമയത്ത് ഒരാൾക്കല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. വളരെ സർ, ആദ്യത്തെ കാപ്പി അമ്മയ്ക്ക്. പ്രിയപ്പെട്ടവർ കൂടെയുള്ളപ്പോൾ പുതിയ തുടക്കങ്ങൾ ശുഭകരമാകും. അതിനാൽ മുത്തൂറ്റ് ഫൈനാൻസ് കാലങ്ങളായി ഓരോ പുതിയ തുടക്കത്തിലും വിശ്വസ്ത പങ്കാളി. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്. കുറച്ചുകൂടി മധുരാവാം. ഫിദമ്മക്ക് അതാ ഇഷ്ടം. നല്ല മുരിഞ്ഞ പത്തിരി അവക്കിഷ്ടം. ഇത് ഉമ്മുമാക്ക്, ഇത് മൂത്തുമാക്ക്, ഇത്
ഈദ് മുബാറക്. ഇത് മോൾക്ക്. ഈദ് മുബാറക്. ഇത് എന്റെ ഉമ്മാക്ക്. ഇതൊക്കെ എന്തിനാ മോളെ? എന്റെ മനസ്സ് പറഞ്ഞു വാങ്ങാൻ. പറയും. ഇതിനകത്ത് എന്റെ ഫിദമോളുടെ ഹൃദയല്ലേ? എങ്ങനെയുണ്ട്? എല്ലാരും മൊഞ്ചായിണ്ടല്ലോ. ഈദ്, ഇത് ഹൃദയത്തിന്റെ ആഘോഷം. എന്ത് വൃത്തിയാക്കാനുള്ള പ്ലാനാണ്? ടോയ്ലറ്റ്. പക്ഷെ ഡിറ്റർജന്റ് കൊണ്ട് വസ്ത്രങ്ങളല്ലേ കഴുകുക? അങ്ങനെയല്ല, ടോയ്ലറ്റും വൃത്തിയാക്കാം. എന്നിട്ടും മഞ്ഞപ്പ്. ഇനി പുതിയതുപോലുള്ള വെണ്മ ഉണ്ടാകുമോ? ഹാർപ്പിക് ഉണ്ടല്ലോ. ഇതിന്റെ കട്ടിയുള്ള ഫോർമുല ഡിറ്റർജന്റിനെ അപേക്ഷിച്ച് കടുത്ത കറകളെ 10 മടങ്ങ് നന്നായി വൃത്തിയാക്കും. മഞ്ഞപ്പ് മാറും, ഒപ്പം നല്ല സുഗന്ധവും. പുതിയതുപോലുള്ള ടോയ്ലറ്റിനായി ഹാർപ്പിക് ഉണ്ടല്ലോ. പ്രൊഫൈലുകൾ സത്യസന്ധമായാലല്ലേ ചേരേണ്ടവരെ കിട്ടൂ. അതുകൊണ്ടാണ് ഞങ്ങൾ മാലയോഗം തിരഞ്ഞെടുത്തത്. മാലയോഗം മാട്രിമോണി. സത്യസന്ധമായ ആലോചനകൾ, സന്തോഷകരമായ വിവാഹങ്ങൾ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും. Regal Jewelers, manufacturer and wholesalers. ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് എനിക്കാ. റോഹനല്ല. ഇത്രയും വ്യത്യാസം എന്താ? വ്യത്യാസം ഇത്രേ ഉള്ളൂ. ഇത്തിരി ഡെറ്റോൾ ഇവിടെ, ഇത്തിരി ഇവിടെ, ഇവിടെ ഇത്തിരി ഇവിടെ. അതുകൊണ്ടാണ് നിനക്ക് രോഗം വരാത്തതും സ്കൂൾ മിസ്സാവാത്തതും. ഇത്തിരി കൊണ്ട് ഇത്രയും വ്യത്യാസം വരുമെന്ന്. ഡെറ്റോൾ ഉപയോഗിക്കുന്നിടത്ത് ആളുകൾ രോഗബാധിതരാകുന്നത് കുറവാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുഖേന ശുപാർശ ചെയ്തത്. നിൽക്കട്ടെ, നമ്മുടെ വിദ്യാഭ്യാസ മേഖല എടുത്ത് പരിശോധിക്കാം. ഈ പ്രദേശത്തുണ്ടായിരുന്ന നമ്മുടെ ഒരു അടച്ചുപൂട്ടൽ വക്കിൽ, UDFന്റെ കാലത്ത് അടച്ചുപൂട്ടൽ വക്കിൽ നിന്ന നമ്മുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. ഇത് നമ്മുടെ ഇവിടെ പരശുവയ്ക്കൽ LPS സ്കൂള്. 3 ഇരിക്കണോ? ഹലോ 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 ഇരിക്കേ ഇരിക്കുന്നേ. ഇരിക്കേ. ഒരു നിമിഷം ഇരിക്കെ. ബേളം വെക്കാതെ. ബേളം വെക്കല്ല പ്ലീസ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പെട്ടെന്ന് പറഞ്ഞു പൂർത്തിയാക്കാം പ്ലീസ്. പെട്ടെന്നല്ല, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാം സമാധാനമായിരിക്കണം. വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ട് തന്നെ നമുക്ക് പോവാം. വിദ്യാഭ്യാസ മേഖല ഒരുപാട് പേര് സംസാരിക്കണം. അത് കൊടുക്കാം, സമയം കൊടുക്കാം. വിദ്യാഭ്യാസ മേഖല എടുത്ത് പരിശോധിക്കാം. അടച്ചുപൂട്ടൽ വക്കിൽ നിന്ന് നമ്മുടെ പ്രദേശത്തെ, ഞാനും ഈ പ്രദേശത്തെ ആളുകളും വസിക്കുന്ന LP സ്കൂൾ എടുത്ത് പരിശോധിക്കാം. 3ഉം 4ഉം വിദ്യാർത്ഥികളായി അടച്ചുപൂട്ടൽ വക്കിൽ നിന്ന് LP സ്കൂൾ പോയി പരിശോധിക്കണം. ജനം TV പോയി പരിശോധിക്കണം. ഇന്ന് അത് വിദ്യാഭ്യാസ മേഖലയുടെ കുതിച്ചുചാട്ടത്തിന്റെ ഭാഗമായി 173 കുട്ടികൾ ആ കൊച്ചു വിദ്യാലയത്തിൽ പഠിക്കുകയാണ്. വർണ്ണക്കൂടാരമായി മാറി. വിദ്യാഭ്യാസ മേഖല നിൽക്കട്ടെ, വ്യവസായ മേഖല എടുത്ത് പരിശോധിക്കാം. പുതിയ വ്യവസായം ഏതാ വന്നേ? 10 വർഷത്തിനുള്ളിൽ പുതിയ വ്യവസായം ഏതാ വന്നേ? പറഞ്ഞു തരാം. 10 വർഷത്തിനുള്ളിൽ പുതിയ വ്യവസായം ഏതാ വന്നേ? പറഞ്ഞു തരാം പ്രിയമുള്ളവരെ. 10 വർഷത്തിനുള്ളിൽ പുതിയ വ്യവസായം ഏതാ വന്നേ? 10 വർഷത്തിനുള്ളിൽ പുതിയ വ്യവസായം ഏതാ വന്നേ? അത് പറ. പറഞ്ഞു തരാം. സമാധാനപ്പെടുക. 10 വർഷത്തിനുള്ളിൽ പുതിയ വ്യവസായം. പറഞ്ഞു തരാം പ്രിയമുള്ളവരെ, പറഞ്ഞു തരാം. കേൾക്കുന്നില്ല. പറയാനുള്ള അവസരം തരണം. പറയുന്നേ പ്രസംഗിക്കാതെ കാര്യത്തിലോട്ട് പറഞ്ഞു തരാം. കഴിഞ്ഞ 10 വർഷം വികസനം ഏതാണെന്ന് എണ്ണി പറഞ്ഞാൽ മതി. വന്ന വ്യവസായം ഏതാണ്? പുതിയ വ്യവസായം പറഞ്ഞു തരാം. പുതിയ വ്യവസായം പറഞ്ഞു തരാം. കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പേ 10 വർഷത്തിന് മുമ്പ് അടച്ചുപൂട്ടപ്പെട്ട 2648 വ്യവസായ സ്ഥാപനങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ള പാറശാല മണ്ഡലത്തിന്റെ കാര്യം ചോദിക്കുന്നേ. പാറശാല മണ്ഡലം ഇവിടത്തെ കാര്യം ചോദിക്കുന്നേ. 2000 ഇവിടത്തെ കാര്യം
അത് പറയും. നിങ്ങൾ അവിടെ നിൽക്കേ. 2648 വ്യവസായ സ്ഥാപനങ്ങൾ ഇവിടെ വന്നോ? അടച്ചുപൂട്ടപ്പെട്ടു. അതെല്ലാം തുറന്ന് പ്രവർത്തിച്ചതിന്റെ ഭാഗമായി 4,86,000-ത്തിലധികം ആളുകൾക്ക്, യുവജനങ്ങൾക്ക് കേരളത്തിൽ തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞു. ഇവിടെ കേരളത്തിലെ കാര്യമല്ല, പാറശാലയിലെ മനു ഇതൊക്കെ നടന്നോ? മനു ഇതൊക്കെ നടന്നോ? ഇവിടെ ഈ പറയുന്നൊക്കെ ഇവിടെ നടന്നോ? ഇവിടെ പാറശാലയിൽ പ്രസംഗം എല്ലാം പാറശാലയിൽ പറഞ്ഞു. കാര്യത്തിലോട്ട് പാറശാലയിൽ പറയട്ടെ. ആൾക്കാരുണ്ട്. പാറശാലയിലെ കാര്യം പറഞ്ഞുതരാം. പാറശാലയിൽ സംസ്ഥാനത്തിന്റെ കീഴിൽ, തൊഴിൽ വകുപ്പിന്റെ കീഴിൽ ഈ തോട്ടിന്റെ തൊട്ടപ്പുറത്തായി കരകൗശല വികസന ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ യാഥാർത്ഥ്യം അറിയട്ടെ. നിങ്ങളുടെ പ്രതിനിധിയോട് ചോദ്യം ചോദിക്കാനല്ലേ പറഞ്ഞത്? ഇങ്ങനെ സംസാരിക്കാതെ മനു പറയൂ, മറുപടി പ്രതിനിധി ഇവിടെ ഉണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ കുറെ കാര്യം പറയാനില്ല. ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. ദയവ് ചെയ്ത് ഈ പറഞ്ഞൊക്കെ ശരിയാണോ? അല്ല, 2-3 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത്. മഹേഷ്, ഒരു മിനിറ്റ് മൈക്ക്. ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി പാറശാലയുടെ ഒരു പ്രദേശമായ പരിശോധിക്കലിൽ വളരെ സമാധാനത്തോടു കൂടി ജനാധിപത്യത്തിൽ രീതിയിലൊക്കെ ചർച്ചകൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയൊക്കെ നടക്കാൻ കഴിവുള്ളവരാണ് എല്ലാവരും. ആരും അതിൽ മോശമല്ല. അതിൽ 1-2 പേര് പേരുദോഷം ഉണ്ടാവും. എല്ലാവരും അങ്ങനെയൊക്കെ ആവണമെന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ.